നിങ്ങൾ ജെയിംസ് ബോണ്ട് സിനിമ കണ്ടുണ്ടോ? ജെയിംസ് ബോണ്ട്, അതുപോലെ തന്നെ ഈക്വലൈസർ ആ ഒരു ഫ്രാഞ്ചൈസിൻ്റെ 3 സിനിമ നിങ്ങളുണ്ടോ? അതിൽ ഡെൻസിൽ വാഷിംഗ്ടൺ തോന്നുന്നു കഥാപാത്രത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്, ആക്ടറിൻ്റെ പേര്. അപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അറിയോ? ഒരു റഫ് ടഫ് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അത്തരം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള 1800 രൂപയ്ക്ക് വർത്താണ്. കാരണം ഹെറോദ് പെർഫ്യൂംസ് ഡേമാൻ്റെ ഹെറോദ് ഏകദേശം 22,000 ആ റേഞ്ച്, അല്ലെങ്കിൽ 18 മുതൽ 22 റേഞ്ച് വരുന്നൊരു പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ക്ലോൺ ഒരു 90% ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക, അത് 1800 രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ധൈര്യമായിട്ട് വാങ്ങാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിന്തറ്റിക് അല്ലാത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമിൻ്റെ കാര്യം വരുമ്പോൾ. എനിക്ക് സിന്തറ്റിക് ആയിട്ടുള്ള നോട്ട് വന്നാൽ എനിക്ക് പിടിക്കില്ല. കാരണം ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും കുറേ കഴിയുമ്പോൾ. ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സിന്തറ്റിക് അയ്യോ സ്പൈസ് ഇഷ്ടമല്ല, ലെതർ നോട്ട് ഇഷ്ടമല്ല, ടൊബാക്കോ നോട്ട് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നും തലപ്പിച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല, നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. അല്ലാതെ കുറച്ച് റഫായിട്ടുള്ള ടഫായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള DNA വേണം. ആൾക്കാർ തിരിഞ്ഞു നോക്കണം. അടിച്ചിട്ട് പോകുമ്പോൾ ആരാ വന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു DNA ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് പോകാം. ഇതെടുക്കാം, ധൈര്യമായിട്ട് എടുത്തോ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്ലോണാണ്. പെർഫ്യൂം മെയ്സർ അൽഹാംബ്ര എർപ്രൈസ്. ഈ ഒരു പെർഫ്യൂംസ് ഡേ മാർലി ഒരു നീഷ് ഹൗസാണ്. അവരുടെ ഹെറോദ് എന്ന 2012 ലോഞ്ച് ചെയ്ത ഒരു പെർഫ്യൂമിൻ്റെ ക്ലോണാണ് ഈ ഒരു പെർഫ്യൂം. ഇപ്പോൾ മെയ്സർ അൽഹാംബ്ര എന്നുള്ളൊരു ബ്രാൻഡ് നീഷ് പെർഫ്യൂംസിൻ്റെ ഒക്കെ ക്ലോൺസ് ഇറക്കുന്നതിൽ വളരെ പേര് കേട്ട ഒരു ബ്രാൻഡാണ് മെയ്സർ അൽഹാംബ്ര. അപ്പോൾ ഈ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ പലതവണ ആഗ്രഹിച്ചതാണ്. ഇപ്പോഴൊരു അവസരം കിട്ടിയത്. ഇപ്പോൾ ഹെറോദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെർഫ്യൂംസ് ഡേ മാർലി ഒരു നീഷ് ഹൗസാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്താണ് നീഷ് എന്നുള്ളത്. അപ്പോൾ പെർഫ്യൂംസ് ഡേ മാർലി ഒരു നീഷ് ഹൗസാണ്. ആ നീഷ് ഹൗസിൽ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, അൾട്രാ ലക്ഷറി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് ഹെറോദ്. ലേട്ടൻ എക്സ്ക്ലൂസീവ് ഒക്കെ എന്ന് പറഞ്ഞിരുന്നാലും ഹെറോദ് എന്നുള്ളത് ഒരു പ്രത്യേക ഒരു ഫാൻ ബേസ് ഉണ്ട് ഹെറോദിന്. അത്രമാത്രം ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു DNA ആണ് അതിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ ക്ലോണാണിത്. ഹെറോദ് ഞാൻ ഒരു തവണ സ്മെൽ ചെയ്തിട്ടുള്ളൂ. എനിക്കറിയില്ല, എനിക്കത് മറന്നുപോയി. ഒരു തവണ ഞാൻ ഡീക്കറ്റ് സ്മെൽ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ വാനിൽ ഞാൻ സ്മെൽ ചെയ്തിട്ടുള്ളത്, അല്ലാതെ ഞാൻ സ്മെൽ ചെയ്തിട്ടില്ല. നീ മറന്നുപോയി. അത് കുറേ പെർഫ്യൂം ട്രൈ ചെയ്ത കൂട്ടത്തിലാണ് അന്ന് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഹെർക്കുൽസ് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനീഷ്യൽ ഇംപ്രഷൻ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ബോക്സും ഏകദേശം ഹെറോദുമായിട്ട് വളരെയേറെ സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ബോക്സ് ഡിസൈൻ വരുന്നത്. ഇവിടെ ഹെർക്കുലിസ് കൊടുത്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കാണുന്നുണ്ടോ? സൈഡിൽ മെയ്സൺ അൽഹാംബ്ര എന്ന ഹോളോഗ്രാം കാണാം. ലോഗോകളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. സൈഡിലും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ ബോക്സ് ഡിസൈൻ ഇത്രയാണ്. ബോക്സ് വലിയ കുഴപ്പമില്ല. മെയ്സൺ അൽഹാംബ്ര വലിയ ക്വാളിറ്റി ഇല്ല, ബോക്സിന് വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. 1850 രൂപ അത്രയും മുടക്കുന്നുള്ളൂ. അതുകൊണ്ട് അത്രയുള്ള ഒരു ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി. അവിടെ പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണോ? അവിടെ പെർഫ്യൂമാണോ അവിടെ? മെയ്സൺ അൽഹാംബ്ര ലത്താഫയുടെ സബ് ബ്രാൻഡ് വല്ലതുമാണ്. അവിടെ ലത്താഫ എന്ന് കൊടുത്തിട്ടുണ്ട്. ലത്താഫ പെർഫ്യൂംസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടിൽ ഇഷ്ടമുള്ള ഒരു ഫിംഗർ പ്രിൻ്റ് മാഗ്നറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ്. കണ്ടോ? ഹെർക്കുലിസ് മെയ്സർ അൽഹാംബ്ര എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റിക്കറും കാര്യങ്ങളും മെയ്ഡ് ഇൻ UAE പറയണമൊന്നുമില്ല. ക്യാപ്പ് അതൊരു പ്ലാസ്റ്റിക് ക്യാപ്പാണ്. എന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ്. പെർഫ്യൂംസ് ഡേ മാർലിയുടെ ക്യാപ്പ് ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ 1-2 പെർഫ്യൂം ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ടും ബോട്ടിലിനേക്കാൾ വെയിറ്റാണ് പെർഫ്യൂംസ് ഡേ മാർലിയുടെ ക്യാപ്പിന്. ഇത് ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉള്ള ക്യാപ്പാണ്, എങ്കിലും അത്യാവശ്യം കൊള്ളാം. ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്.
കട്ടിയുള്ള പ്ലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മെറ്റലിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ക്വാളിറ്റിയും ഡിസൈനും. അപ്പോൾ നമുക്ക് സ്മെല്ല് ചെയ്ത് നോക്കാം. ഇത് മെയിനായിട്ടും ടൊബാക്കോ, ആംബർ, ലെതർ, ടൊബാക്കോ, ആംബർ, ലെതർ ഈ 3 നോട്ടാണ് ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു മണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് ചോപ്പാട്ട് ഊതുമലാക്കിയായിട്ടൊരു സാമ്യമുണ്ട്. ചോപ്പാട്ട് ഊതുമലാക്കിയുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഒരു DNA. ടൊബാക്കോ എന്നിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ടൊബാക്കോ, ആംബർ, സ്വീറ്റ് ആയിട്ടുള്ളൊരു ആംബർ, പിന്നെ വുഡി, മസ്കി, സ്പൈസി, സിനമൺ ടൈപ്പായിട്ടുള്ള ഒരു DNA. സിനമൺ എന്ന് പറയുമ്പോൾ നമുക്ക് പാക്കറോബൻ 1 മില്യണിൽ കാണുന്ന ടൈപ്പായിട്ടുള്ള സിനമൺ ടൈപ്പ് അല്ല. ഒരു സ്വല്പം ഹാർഡായിട്ടുള്ള യഥാർത്ഥ സിനമൺ, യഥാർത്ഥ പട്ടയുടെ മണം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള DNA ആണ്. ബ്ലൈൻഡായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ടൊബാക്കോ ഇൻസെൻസ്, അതായത് സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പുകഞ്ഞ സ്മോക്കി സ്മെൽ ആൻഡ് ഇൻസെൻസ്, ഇത് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു മണം. ആ ഒരു ഇൻസെൻസ് നോട്ടുണ്ട്. കൂടുതലും ആ ടൊബാക്കോ ക്രീമി സ്വീറ്റ് ടൊബാക്കോ, ടോം ഫോർഡ് ടൊബാക്കോ വാനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നോട്ടുണ്ടല്ലോ, സ്പൈസി ക്രീമി ടൊബാക്കോ. അതെ, സ്പൈസി ക്രീമി ടൊബാക്കോ. അതോടൊപ്പം തന്നെ ആംബറിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു നോട്ടാണ് ആംബർ. ആ ഒരു നോട്ട് വരുമ്പോൾ പെർഫ്യൂമിനൊരു ഡെപ്ത് ഉണ്ടാവും, ഒരു ക്യാരക്ടർ ഉണ്ടാവും. കുറച്ച് മിസ്റ്റീരിയസ് ആയിരിക്കും, കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒരു ഗോത്തിക് സ്റ്റൈലായിരിക്കും ഈ ആംബർ നോട്ട് വരുമ്പോൾ. പെർഫ്യൂമിനൊരു ബിഹേവിയർ ഉണ്ടാവും. അപ്പോൾ ടൊബാക്കോ നോട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇൻസെൻസ് നോട്ട് കൊള്ളാം, സിനമൺ ടൈപ്പ് ആ ഒരു നോട്ട് കൊള്ളാം. ടൊബാക്കോ വാനില ഡ്രൈ ഡൗണിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കതിപ്പോൾ കിട്ടുന്നത് ഡ്രൈ ഡൗണിലേക്ക് കിട്ടും. ചോപ്പാട് ഊതുമലാക്കി, മാൻസറ റെഡ് ടൊബാക്കോ, പിന്നെ സ്പൈസ് ബോംബ് എക്സ്ട്രീം, ബുൾഗാരി മാരിൻ ബ്ലാക്ക്, അതുപോലെ ടോം ഫോർഡ് ടൊബാക്കോ വാനി. ഇതൊക്കെ ടൊബാക്കോ, സ്പൈസി, ലെതർ, ആംബർ ആയിട്ടുള്ള നോട്ടുകളുള്ള പെർഫ്യൂം. ഇതൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കുക ഈ ഒരു പെർഫ്യൂം. പിന്നെ 1800 രൂപ കൊടുക്കുമ്പോൾ ഇതിനപ്പുറം നമ്മൾ എന്താ പറയുക, കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നല്ലൊരു പെർഫ്യൂമാണ്. 1800 രൂപയ്ക്ക് വർത്താണ്. കാരണം ഹെറോദ് പെർഫ്യൂംസ് ഡിമാൻഡ് ഹെറോദ് ഏകദേശം 22,000 ആ റേഞ്ച്, അല്ലെങ്കിൽ 18 മുതൽ 22 റേഞ്ച് വരുന്നൊരു പെർഫ്യൂമാണ്. അപ്പോൾ ആ ഒരു പെർഫ്യൂമിൻ്റെ ഒരു ക്ലോത്ത് ഒരു 90% ആക്യുറേറ്റ് ആയിട്ട് കിട്ടുക, അത് 1800 രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. ധൈര്യമായിട്ട് വാങ്ങാം. നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സിന്തറ്റിക് അല്ലാത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പെർഫ്യൂമിൻ്റെ കാര്യം വരുമ്പോൾ. എനിക്ക് സിന്തറ്റിക് ആയിട്ടുള്ള നോട്ട് വന്നാൽ എനിക്ക് പിടിക്കില്ല. കാരണം ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും കുറേ കഴിയുമ്പോൾ. ഇതിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സിന്തറ്റിക് അല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് ചില പെർഫ്യൂംസൊക്കെ എല്ലാ പെർഫ്യൂം വാങ്ങിക്കൂട്ടാതെ ഏറ്റവും റിവ്യൂ ചെയ്യണം എന്ന് തോന്നുന്ന ചില പെർഫ്യൂംസ് മാത്രം വാങ്ങുന്നതിന് കാരണം അത് സിന്തറ്റിക് ആണോ അല്ലയോ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്. അപ്പോൾ ഇതിനങ്ങനെ സിന്തറ്റിക് ആയിട്ടുള്ള ഓപ്പണിംഗ് ഒന്നും കിട്ടുന്നില്ല. വളരെ നാച്ചുറൽ ഓപ്പണിംഗ് ആണ്. 1800 രൂപ വർത്ത്. ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനൊക്കെ ഈ DNA എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള DNA തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ ടൊബാക്കോ, ഇൻസെൻസ്, ഐസോയി സൂപ്പർ, മസ്കി, ലെതർ, ആംബർ, സിനമൺ ടൈപ്പ് നോട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല പ്രൊജക്ഷനും നല്ല കോംപ്ലിമെൻറ്റ്സും കിട്ടുന്ന ഒരു DNA തന്നെയാണ്. അപ്പോൾ നമ്മുടെ വേവിനിട്ട് മനസ്സിലായവർ ഇതെടുക്കുക. അല്ലാതെ അയ്യോ സ്പൈസ് ഇഷ്ടമല്ല, ലെതർ നോട്ട് ഇഷ്ടമല്ല, ടൊബാക്കോ നോട്ട് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നും തലപ്പിച്ച് കൊടുക്കരുത്. നിങ്ങൾക്ക് പറ്റിയ സാധനമല്ല, നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. അല്ലാതെ കുറച്ച് ടഫായിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള DNA വേണം. ആൾക്കാർ തിരിഞ്ഞു നോക്കണം. അടിച്ചിട്ട് പോകുമ്പോൾ ആരാ വന്നത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു DNA ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുമായിട്ട് പോകാം. ഇതെടുക്കാം, ധൈര്യമായിട്ട് എടുത്തോ. ചീപ്പല്ല, 1800 ഉള്ളൂ. നിങ്ങൾക്ക് വാങ്ങാം, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഞാനിതിൻ്റെ ലിങ്ക് അയക്കാം, സൈറ്റിൽ ലിങ്ക് അയക്കാം, കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങാം. 1850 രൂപയാവും കൊറിയർ ചാർജും ചേർത്ത്, ഷിപ്പിംഗ് ചാർജും ചേർത്ത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ലൊരു ക്ലോൺ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഓപ്പണിംഗ്, നല്ല നോട്ടുകൾ, സിനമൺ, ടൊബാക്കോ, ഇൻസെൻസ്, വാനില, പിന്നെ ഡ്രൈ ഡോണിൽ വരുമ്പോൾ വെട്ടുവൻ വാനില നോട്ടൊക്കെ ഉണ്ട്. പിന്നെ ഐസോയി സൂപ്പർ എന്നുള്ള ഒരു മാജിക്കൽ നോട്ട് ചേർത്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് വർത്താണ്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ പെർഫ്യൂംസ് ഡേ മാർലി ഹെറോദ് 22,000 രൂപയുടെ പെർഫ്യൂം അടിച്ചിരിക്കുക, നിങ്ങൾ ഈ ഒരു പെർഫ്യൂം അടിച്ചിരുന്നാൽ രണ്ടും ഒരുപോലെ തോന്നും. അപ്പോൾ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒരു 22,000 രൂപ വില വരുന്ന പെർഫ്യൂം ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഹെറോദ് സ്മെൽ ചെയ്തവർക്ക് തീർച്ചയായും നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചത് ഹെറോദാണെന്ന് കരുതും. അപ്പോൾ നല്ലൊരു പെർഫ്യൂമാണ് മേസൺ അൽഹംബ്ര ഹെർക്കുലസ്. ഐ എം ഇംപ്രസ്ഡ്. കൊള്ളാം, വർത്താണ്, പൈസ പാഴായില്ല. അപ്പോൾ
ലോങ്ജിവിറ്റിയും പ്രതീക്ഷയൊന്നും പറയണ്ട, കാരണം ഇതൊക്കെ രാത്രി വൈകുന്നേരങ്ങൾ മാത്രം ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. പട്ടാപ്പകൽ ഉപയോഗിക്കരുത് ദയവ് ചെയ്തും. ഞാൻ വ്യക്തമായിട്ട് പല റിവ്യൂവിൽ പറയുന്നതാണ്. ലൊക്കേഷൻ പറയുന്നുണ്ട്, കാലാവസ്ഥ പറയുന്നുണ്ട്, ലോങ്ജിവിറ്റി എത്ര മണിക്കൂർ കിട്ടുമെന്ന് പറയുന്നുണ്ട്, ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്നിട്ടും കമൻറ്റിൽ വന്ന് എത്ര നേരം കിട്ടും, ലോങ്ജിവിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലാവാത്തത്. ഇത് ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം, രാത്രി. ഏജ് ലിമിറ്റ് ഏത് പ്രായക്കാർക്ക് ഉപയോഗിക്കാം. കുറച്ചും കൂടി മെച്ചുവർഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ കൂടി നന്നായിരിക്കും. ആ ഒരു ക്യാരക്ടറുള്ളവർക്ക് നന്നായിരിക്കും. പിന്നെ വൈകുന്നേരങ്ങളിൽ രാത്രിയും തണുപ്പുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കുക. ചൂട് ഓഫീസ് ടൈമിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു DNA ആണ്. ഓഫീസിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഓഫീസിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ അച്ഛന് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂം, ഈ പെർഫ്യൂം അവർക്കൊക്കെ ഇഷ്ടപ്പെടും. അവർക്ക് കുറച്ചൊരു മെച്ചുവർഡ് ആയ ഒരു DNA ആയിട്ട് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ. യൂത്തിന് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്നത് ഇത് കുറച്ചും കൂടി മെച്ചുവർഡ് ആയിട്ടുള്ളവർക്ക് കുറേ കൂടി റിലേറ്റ് ആവും ഈ ഒരു നോട്ട്. പിന്നെ നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഈ ഒരു പലവ്യഞ്ജനങ്ങളോടുള്ള ഇത്തരം നോട്ടുകളോടുള്ള ഒരു മണം വളരെ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഫെമിനിൻ ആയിട്ടുള്ള DNA തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. യൂണിസെക്സ് അല്ല, ഓൺലി ഫോർ മെൻ, മനസ്സിലിരിക്കണം. ഒട്ടും യൂണിസെക്സ് അല്ല. ഇത് വളരെ ടഫായിട്ടുള്ള ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു DNA ആണ്. നിങ്ങൾ ജെയിംസ് ബോണ്ട് സിനിമ കണ്ടുണ്ടോ? ജെയിംസ് ബോണ്ട്, അതുപോലെ തന്നെ ഈക്വലൈസർ ആ ഒരു ഫ്രാഞ്ചൈസിയുടെ 3 സിനിമ നിങ്ങളുണ്ടോ? അതിൽ ഡെൻസിൽ വാഷിംഗ്ടൺ ആണെന്ന് തോന്നുന്നു കഥാപാത്രത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്, ആക്ടറിൻ്റെ പേര്. ഇപ്പോൾ പുള്ളിയുടെ ഒരു ക്യാരക്ടർ അറിയോ? ഒരു റഫ് ടഫ് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മനുഷ്യനാണ് പുള്ളിക്കാരൻ. അത്തരം സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള ആൾക്കാർ, മനസ്സിലായാലോ, ഭയങ്കര തീരുമാനം എടുക്കാൻ കഴിവുള്ളത്, ഒരു കമാൻഡിങ് പവറുള്ള ആൾക്കാർ, ഒന്നിനെയും കൂസാത്ത മൈൻഡുള്ളവർ, തൻ്റെയുള്ളവർ, അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയില്ലാത്തവരൊക്കെ ആയിട്ടുള്ളവരുണ്ടല്ലോ. ഒരു ഗ്യാങ് എടുക്കുമ്പോൾ ഗ്യാങ്ങിൽ തന്നെ ഒരു ഇച്ചിരി ബോസായിട്ട് നിൽക്കുന്ന, ഒരു ഗ്യാങ്ങിലെ അല്പം റൗഡി അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം ക്യാരക്ടർ അവരുണ്ടെങ്കിൽ ഗ്യാങ്ങിൽ ഒരു ധൈര്യം വരുന്ന അത്തരം ആൾക്കാർക്കുണ്ടല്ലോ, അവർക്ക് പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ആ ഒരു റഫ് ആൻഡ് ടഫായിട്ടുള്ള ഒരു മാച്ചോ, അത്തരക്കാർക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു DNA ആയിരിക്കും. ബൈക്കിലൊക്കെ ലെതർ ജാക്കറ്റൊക്കെ ഇട്ട് വൈകുന്നേരം ഒരു 10-12 സ്പ്രേ ഒക്കെ അടിച്ച് ഒന്നും നോക്കാതെ അടിച്ചങ്ങ് പോവുക. മഴയത്ത്, ചെറിയ മഴ, വൈകുന്നേരം മൂടിക്കെട്ടിയ കാലാവസ്ഥയിൽ ഇതടിച്ചിട്ട് പോവുക. ഒരു പ്രത്യേക വൈബായിരിക്കും. ലെതറിലൊക്കെ കാറ്റടിച്ച് ഈ ഒരു മണം ഇങ്ങനെ സ്പ്രെഡ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് എത്ര രൂപ കൊടുത്താലും കിട്ടാത്തൊരു ഫീലായിരിക്കും. അപ്പം അത്തരം മൈൻഡുള്ളവർ, അത്തരം ക്യാരക്ടറുള്ളവർ ഈ ഒരു പെർഫ്യൂം അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റഡ് ആവും. ഇതൊരു സ്വീറ്റ് അല്ല, ഫ്രഷ് അല്ല, ഇത് പ്യൂർ സ്പൈസി, ആംബറി, ലെതറി, സ്മോക്കി, ഇൻസെൻസി, പിന്നെന്താണ് ടൊബാക്കോ, ഇതെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പ്രത്യേക ഒരു ഐറ്റമാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ശ്രദ്ധിച്ച് ഈ ഒരു വൈബ് മനസ്സിലായവർ മാത്രം 1800 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങുക. അല്ലാതുള്ളവർ ഒരു കാരണവശാലും തലവെച്ച് നോക്കരുത്. എനിക്ക് ഫ്രഷ് പെർഫ്യൂമാണ് ഇഷ്ടം, അല്ലെങ്കിൽ സ്വീറ്റ് പെർഫ്യൂമാണ് ഇഷ്ടം, അല്ലെങ്കിൽ അരോമാറ്റിക് നോട്ടുകളാണ് താല്പര്യം, അങ്ങനെയുള്ള ഒരു കാരണവശാലും ഇതിൻ്റെ അടുത്തേക്ക് പോകരുത്. ഇത് ഞാൻ പറഞ്ഞ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ളവർ മാത്രം ഉപയോഗിക്കേണ്ടതാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇറ്റാലിയൻ മാഫിയ മൈൻഡുള്ളവർക്ക് മാത്രം ഉപയോഗിക്കേണ്ട ഒരു ഐറ്റം. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ആരും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. അത് തന്നെ ലിങ്ക് ഞാൻ കമൻറ്റിൽ അയച്ചു കേട്ടോ. വാങ്ങാൻ താല്പര്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചോ.